നമുക്ക് പോലെ വലിയൊരാളുടെ കോമ്പിനേഷൻ ഇരിക്കുമ്പം നമുക്കുണ്ടാകുന്ന ഒരു പകപ്പുണ്ട്. അതിനൊന്നും ആൾ ഭയങ്കര നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. ആൻഡ് ഇറ്റ് ഈസ് സച്ച് എ ബ്ലെസ്സിങ് ടു വർക്ക് ഓപ്പോസിറ്റ് ഓഫ് ഹിം. അതൊരു ഭയങ്കര ബ്ലെസ്സിങ്. പിന്നെ ആസ് ആൻ ഓഡിയൻസ് മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പാറ്റേണും പിന്നെ മമ്മൂക്കായെ പോലും മഹാനടൻ്റെ വേറൊരു നടന വിസ്മയം അല്ലേ, അദ്ദേഹത്തിന് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പാറ്റേൺ. അതിന് ഓപ്പോസിറ്റ് വർക്ക് ചെയ്തതോ വിനായകനെ പോലെ മറ്റൊരു നടനും. രണ്ടുപേരും കട്ടയ്ക്ക് തന്നെ നിന്നിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് മമ്മൂക്കയുടെ ആ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലി ഫീൽ ചെയ്യണം. അതൊരു വർത്ത് വാച്ചിങ് മൂവിയാണെന്ന് ഞാൻ പറയും. താങ്ക് യു സോ മച്ച്. ഈ നായക പ്രനായക സങ്കല്പങ്ങളൊക്കെ മാറുകയാണല്ലോ, ഇനി അങ്ങോട്ടേക്ക് ഒരു വില്ലനെ ആഘോഷിക്കപ്പെടും. പ്രതിനായകൻ എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു നായകനുണ്ടല്ലോ അല്ലേ, അങ്ങനെ വേണ്ടേ? അപ്പോൾ ഒരു നായകനെ എന്തുമാത്രം നമ്മൾ ഹൈപ്പ് ചെയ്യുന്നോ അതിൻ്റെ ഇരട്ടി ഹൈപ്പ് ചെയ്യും വില്ലൻ. അപ്പോഴാണ് നായകൻ കുറച്ചും കൂടി ലിഫ്റ്റപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പം നായകനെ വില്ലന് എനിക്ക് കുറേ നാളുകളായിട്ട് വില്ലൻ നമ്മൾ നോക്കിയിരിക്കുന്നൊരു കഥാപാത്രമാണ്, പണ്ടത്തെ പോലെ വന്നു പോകുന്നതല്ലല്ലോ. അപ്പം മമ്മൂക്ക അത് ചെയ്യുമ്പോൾ പറയണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു കടോര വില്ലനായിട്ട് പോലും നമുക്കൊരു ഇഷ്ടം ഉണ്ട് ഇല്ലേ. ദാറ്റ്സ് വാട്ട്. അതാണ് മമ്മൂക്കയുടെ ഒരു വിസ്മയം. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോഴാണ് മൂവി സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുന്നത്. എല്ലാവർക്കും സെപ്പറേറ്റ് ഷൂട്ടായിരുന്നുകൊണ്ട് കണക്ട് ചെയ്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് തിയേറ്ററിൽ വന്നപ്പം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ് മമ്മൂക്കയുടെ കൂടെ ഒരു നായികയായിട്ട് വരാൻ പറ്റിയത്. പറഞ്ഞ പോലെ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, എൻ്റെ ഫസ്റ്റ് മൂവി കണ്ണൂർ സ്ക്വാഡാണ്. അതിനകത്ത് ഞാനിങ്ങനെ മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ചാടി വീണ് അവിടെ നിന്ന് ഇവിടെ എത്തി മമ്മൂക്കയുടെ ഒരു നായികയായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. മമ്മൂട്ടി കമ്പനി ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ്. നമ്മൾ ആസ് യൂഷ്വൽ നമുക്കറിയാം മമ്മൂക്കയും വിനായകൻ്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയാണെന്ന്. പക്ഷേ ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേറെ രണ്ട് ആൾക്കാരാണ്. അവരെ തിയേറ്ററിൽ തന്നെ വന്ന് കാണും. ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് മൂവി കണ്ടു കഴിഞ്ഞിട്ട്.